ഡിസ്ലെക്സിയ എന്ന പഠനവൈകല്യം മൂലം സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്ന ആ ദരിദ്ര ബാലനാണ് പിന്നീട് ഹോളിവുഡിന്റെ രോമാഞ്ചമായ ആക്ഷൻ ഹീറോ ആയ മിഷൻ ഇമ്പോസിബിൾ 8-ലെ ഈ പിടിച്ച സ്റ്റണ്ട് സീനിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ലോകത്തിലെ ഏറ്റവും അധികം വരുമാനം കൈപ്പറ്റുന്ന ആക്ടർ എന്ന നിലയിലേക്ക് വളർന്ന എന്റെയും നിങ്ങളുടെയും ഹരമായി മാറിയ ദി ലെജൻഡ് ടോം ക്രൂസ്. $630 മില്യൺ സ്വത്തുണ്ടായിട്ടും ദരിദ്രനായ കോടീശ്വരൻ എന്ന് അദ്ദേഹത്തെ സുഹൃത്തുക്കൾ വിളിക്കുന്നു. അതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. അദ്ദേഹം ഒരിക്കലും പൈസ കൊടുത്ത് വെള്ളക്കുപ്പികൾ വാങ്ങിക്കാറില്ല, അല്ലെങ്കിൽ മറ്റ് ഡ്രിങ്ക്സ് ഒന്നും വാങ്ങി ഉപയോഗിക്കാറില്ല. വർഷത്തിൽ ഒരേ ഒരു ദിവസം, അതായത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ അന്ന് മാത്രം വെറും $5 വില വരുന്ന ഏതെങ്കിലും ഒരു ഡ്രിങ്ക്സ് വാങ്ങി കുടിക്കും. പലപ്പോഴും കാറുകൾ റെന്റിനെടുത്താണ് അദ്ദേഹം യാത്രകൾ ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡ്രൈവർ ഏകദേശം 20,000-ലധികം മൈൽ ദൂരം സഞ്ചരിച്ച 2014 പൈറസ് മോഡൽ കാറാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ടോം ക്രൂസിന്റെ അഭിപ്രായത്തിൽ കാർ എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, അല്ലാതെ ഒരു ഷോ ഓഫിന് വേണ്ടിയുള്ളതല്ല. 2018 മുതൽ 2024 വരെ വെറും $39 മാത്രം വില വരുന്ന ഒരു ഷൂസ് ഉപയോഗിച്ചാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. വെറും $10 വില വരുന്ന ഷർട്ടും $20 വില വരുന്ന ജീൻസും ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന് പറയാനുള്ളത് ഐ ഡോണ്ട് ഫീൽ ഫാൻസി ടു ഫീൽ ഗുഡ് എന്നാണ്. എങ്കിൽ ഇത്രയധികം വരുമാനം വാരിക്കൂട്ടുന്ന ടോം ക്രൂസ് ഈ പൈസയെല്ലാം എന്താണ് ചെയ്യുന്നത്? അതിനും ഉത്തരമുണ്ട്. അദ്ദേഹം $50 മില്യൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. $20 മില്യൺ ഡിസാസ്റ്റർ മാനേജിന് വേണ്ടി കൈമാറിയിട്ടുണ്ട്. $30 മില്യൺ വെറ്ററാൻ റീഹാബിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല $67 മില്യൺ രൂപ ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിലധികം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി ഞാൻ ഷെയർ ചെയ്യേണ്ടതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. നമ്മുടെ നാട്ടിലെ പല ആത്മീയ മത രാഷ്ട്രീയ നേതാക്കന്മാരും ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ?